ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. അപ്പസ്തോലന്മാർ ഈശോയോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോ അപ്പസ്തോലന്മാർക്ക് ഉപദേശം നൽകുമ്പോൾ ഈ അപ്പസ്തോലന്മാര് എളിമപ്പെട്ടുകൊണ്ട് ഈശോയോട് ചോദിക്കുകയതേ, ഞങ്ങളുടെ ജീവിതത്തില് വിശ്വാസത്തില് കുറവുണ്ട്, ഞങ്ങളുടെ ഈ വിശ്വാസക്കുറവ് നീ പരിഹരിച്ചു തരണം. തങ്ങളുടെ ജീവിതത്തിലെ കുറവ് മനസ്സിലായപ്പോൾ ആ കുറവ് ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട്, ദൈവസന്നിധിയിൽ നിന്ന് ആ കുറവ് പരിഹരിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം ശിഷ്യന്മാരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ഇല്ലാതെ പോകുന്നതും ഇത് തന്നെയാണ്. നമ്മളൊക്കെ ഇന്ന് പെർഫെക്റ്റ്. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് എന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്കതൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആരെങ്കിലും എൻ്റെ കുറവ് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അവരെൻ്റെ ശത്രുക്കളാണ്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ നാശമാണ്. എന്നാൽ ശിഷ്യന്മാര് അവരുടെ ജീവിതത്തിലെ കുറവ് മനസ്സിലാക്കി ഈശോയോട് പറയതേ, ഞങ്ങൾക്ക് വിശ്വാസ ജീവിതത്തില് കുറവുണ്ട്, ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ശിഷ്യന്മാരെ പോലെ എളിമപ്പെടാനായിട്ട് തയ്യാറാവും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല കേട്ടോ. ഇഷ്ടംപോലെ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ചില ബലഹീനതകളുണ്ട്, ചില തഴക്കദോഷങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ്. പക്ഷെ ഈ കുറവുകള് സ്വയം അംഗീകരിച്ച് ദൈവസന്നിധിയില് ഏറ്റുപറഞ്ഞ് അവയ്ക്കുള്ള പരിഹാരം നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കത്തുള്ളൂ. പക്ഷെ പലപ്പോഴും ഇന്ന് ഇത് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ്. മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അവനെ ശത്രുവായിട്ട് കാണുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കുറവുകളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ കുറവുകള് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, എളിമപ്പെടാം. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറവുകൾ എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട്, അവൻ നൽകുന്ന പരിഹാരം, അവൻ നൽകുന്ന ഉപദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട്, അങ്ങനെ നമ്മുടെ കുറവുകൾ പരിഹരിച്ച് ഈ ഭൂമിയിൽ എന്നും സന്തോഷത്തില് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.